നിങ്ങളിൽ അധിക പേരും കേട്ടിട്ടുണ്ടാവും വിയറ്റ്നാം ഹാനോയിലെ ട്രെയിൻ സ്ട്രീറ്റ് എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഈ ട്രെയിൻ സ്ട്രീറ്റിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമാണ് ഹാനോയ് എന്ന് പറയുന്ന ഈ ഒരു നഗരം. ഹാനോയിലെ ഓൾഡ് ക്വാർട്ടർ എന്ന സ്ഥലത്താണ് ഈ ഒരു ട്രെയിൻ സ്ട്രീറ്റ് വരുന്നത്. 1902 ഫ്രഞ്ച് കൊളോണിയയുടെ കാലത്താണ് ഈ ഒരു ട്രെയിൻ സ്ട്രീറ്റ് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ നോർത്ത് സൗത്ത് ലൈനുമായി ബന്ധിപ്പിച്ചിട്ടാണ് ഈ ഒരു ട്രാക്ക് വരുന്നത്. ട്രെയിൻ സ്ട്രീറ്റിൻ്റെ ഉള്ളിലൂടെ നടക്കുമ്പോൾ നമുക്ക് ധാരാളമായി കഫേകൾ കാണാൻ സാധിക്കുന്നതാണ്. രണ്ട് ഭാഗങ്ങളിലുമായി കഫേകളും അതുപോലെ തന്നെ ജ്യൂസ് ഷോപ്പുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. വിയറ്റ്നാം ഹാനോയിലെ ഈ ഒരു ട്രെയിൻ സ്ട്രീറ്റ് 2010 വൈറലാകുന്നത്. സോഷ്യൽ മീഡിയ വഴി തന്നെയാണ് ഇവിടെ അറിയപ്പെട്ടത്. 2023 ചില സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഈ ഒരു ട്രെയിൻ സ്ട്രീറ്റ് അടയ്ക്കുകയുണ്ടായിരുന്നു. പിന്നീട് 2023 ഈ ഒരു ട്രെയിൻ സ്ട്രീറ്റ് പിന്നെയും പുനരാരംഭിച്ചത്. പകൽ സമയങ്ങളിൽ ഓരോ മണിക്കൂറും ഇടവിട്ട് ട്രെയിൻ ഇതിലൂടെ പോകുന്നതാണ്. ഈ ഒരു ട്രെയിൻ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ ഞാൻ കരുതിയിരുന്നത് ട്രെയിൻ സ്ലോയിലാണ് പോകുന്നത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ട്രെയിൻ വളരെയധികം ഫാസ്റ്റായിട്ട് തന്നെ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ വളരെയധികം ഫാസ്റ്റായിട്ട് തന്നെയാണ് ഈ ഒരു ട്രെയിൻസിലൂടെ കടന്നു പോകുന്നത്. വിവിധ തരത്തിലുള്ള ഭക്ഷണശാലകൾ ഇവിടെ ലഭ്യമാണ്. വിവിധ രാജ്യത്തെ ഭക്ഷണം നമുക്ക് ഈ ഒരു ട്രെയിൻ സ്ട്രീറ്റിൽ കാണാൻ പറ്റുന്നതാണ്. എല്ലാവിധ രാജ്യത്തു നിന്നും ധാരാളം പേരാണ് ഈ ഒരു ട്രെയിൻ സ്ട്രീറ്റ് സന്ദർശിക്കുകയും അതുപോലെ തന്നെ ഫോട്ടോസും വീഡിയോസും എടുക്കാനായി ഇവിടെ വരുന്നതും. 2010 ഒരു ബ്ലോഗ് വഴിയാണ് ഈ ഒരു ട്രെയിൻ സ്ട്രീറ്റ് വളരെയധികം ഫേമസ് ആയി വന്നത്. അതിനുശേഷം ഇന്നും ധാരാളം ജനങ്ങളാണ് ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. ഇതിലെ വേറൊരു രസകരമായ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്നും ആളുകൾ താമസിക്കാറുണ്ട്. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ ഒരു ട്രെയിൻ സ്ട്രീറ്റിൽ വരുന്നത്. ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടി മാത്രമുള്ള ഒരു സ്ട്രീറ്റ് അല്ല. ഇവിടെ ഇന്നും ധാരാളം ജനങ്ങൾ തിങ്ങി താമസിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ വളരെയധികം സ്പീഡിലായിരിക്കും ഈ ഒരു സ്ട്രീറ്റിലൂടെ വരുന്നത്. അപ്പോൾ ധാരാളം സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇല്ലെങ്കിലും ട്രെയിൻ വരുന്ന സമയത്ത് എല്ലാവരും സൈഡിലേക്ക് നിൽക്കുകയും കാലുകൾ നേരെ വെക്കുന്നത് വലത്തോട്ടൊക്കായി ചെരിച്ചിട്ടോ അല്ലെങ്കിൽ ഇടത്തോട്ട് ചെരിച്ചിട്ടോ വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇവിടെ പകൽ സമയം വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു തരാം. പകൽ സമയത്തിനേക്കാളും കൂടുതൽ എന്തുകൊണ്ടും ഉത്തമം രാത്രി സമയങ്ങളിൽ വരുന്നതാണ്. പകൽ സമയമാണ് നമുക്ക് ട്രെയിൻ കാണാൻ സാധിക്കുന്നതെങ്കിലും പകൽ സമയത്തിൽ സുരക്ഷ വളരെയധികം കുറവാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കരുതിയിരുന്നത് ട്രെയിൻ വളരെയധികം സ്ലോയിലായിരിക്കും വരുന്നത് എന്നാണ്. പക്ഷേ അതല്ല ഇവിടെ കണ്ടത്. വളരെ അധികം ഫാസ്റ്റായിട്ടാണ് ഈ ഒരു ട്രെയിൻ വരുന്നത്. പിന്നെ അതുമാത്രമല്ല, ട്രെയിൻ വരുന്ന സമയത്ത് ഒരാൾക്ക് നിൽക്കാനുള്ള ഗ്യാപ്പ് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. ഓരോ മണിക്കൂർ ഇടവിട്ട് ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതിനുശേഷം ഇവരെല്ലാം പിന്നെയും കച്ചവടം തുടങ്ങുകയും ട്രെയിൻ വരുന്ന സമയത്ത് കച്ചവടങ്ങളെല്ലാം ട്രെയിൻ സ്ട്രീറ്റിൽ നിന്ന് മാറ്റി എടുക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത വിയറ്റ്നാം വിശേഷമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോ. അടുത്ത വിയറ്റ്നാം വിശേഷത്തിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.